തന്നെ താര തന്നെ. മറുപൂങ്കുഴലി പടക്കിങ്ക സാരാരസുരൂനാകി ദശയായി നിன்று തളർവായോ. മാനെ, മാനിന്റെ കണ്ണുപോലെ ദൃഷ്ടിയുള്ള എന്റെ ധർമ്മപത്നിയായ സീതയുടെ ആവശ്യാർത്ഥം ഞങ്ങളുടെ അടുത്ത് മാനിനെ പിടികിട്ടുന്നില്ല. ഈ കുഴിയിൽ ചാടിയാൽ അതാ കുന്നിൽ പോകുന്നു, കുന്നിൽ പോയാലോ അതാ കുഴിയിൽ ചാടുന്നു. മാനിനെ അസ്ത്രം വഹിച്ച് നിഗ്രഹിക്കുക തന്നെ ചെയ്യാം. എന്നെ അവർ കൊല്ലുന്നതിന് മുന്നേ നിജയെ വന്നുകൊണ്ട് രക്ഷിക്കണേ ലക്ഷ്മണ. അയ്യോ അയ്യോ ആരായി സീത. ലക്ഷ്മണൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. മാരീതനല്ലേ മരിച്ചു വീണത്. ഈ രാക്ഷസൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് സീത കേട്ടാലും ലക്ഷ്മണൻ കേൾക്കാതിരിക്കട്ടെ. കുറച്ചു നേരം ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് ക്ഷീണം തീർക്കാം. കുറ്റം സംസാരിക്കുന്നത് കഷ്ടമാണ്. ഞാൻ പർണശാലിക്ക് ചുറ്റും 3 രേഖ വരയ്ക്കാം. ഒരു കാരണവശാലും ഈ രേഖകൾ മുറിച്ചു വരുന്നത് വലിയ ആപത്തായിരിക്കും. എന്തു വന്നാലും ജഡായുദേവർ കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ജ്യേഷ്ഠനെ അന്വേഷിച്ചു പോകാം. ശ്രീമൻ നാരായണ ശരണം. പരബ്രഹ്മസ്വരൂപ ശരണം. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക. മാരീചമാമൻ രാമനെയും ലക്ഷ്മണനെയും പർണശാലയിൽ നിന്ന് അകറ്റിയല്ലോ. രാവണനായ ഞാൻ സന്യാസി വേഷത്തിൽ സീതയുടെ സമീപത്തിൽ പോകാം. ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി. ഹരി ഓം ഹരി. അച്യുതം കേശവം നാരായണം ഭജെ. കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. ശ്രീധരം മാധവം ഗോപികാവല്ലഭൻ വിഷ്ണുനാരായണം രാമചന്ദ്രം ഭജേ. വിഷ്ണുനാരായണം രാമചന്ദ്രം ഭജേ. ജാനകി നായകൻ രാമചന്ദ്രം ഭജേ.
അച്യുതം കേശവം നാരായണം ഭജെ കൃഷ്ണദാമോദരം വാസുദേവം ഭജെ ഹര ഹര ശിവ ശിവ മാദേവ ശംഭോ തിങ്കളയാൾ കൊള്ളവാവാ ശിവ ശിവ ഗജമുഖ ഗണനാഥ ശംഭോ ശിവ ഗുണവന്ദിത ഗുണനീത അമ്പലത്തരശെ അരുമരുതേ ശംഭോ ആനന്ദത്തേനെ അരുട്ടിരുന്തേ പൊതു നടത്തരശേ പുണ്യനേ ശംഭോ പുലവരെല്ലാം പുക കണ്ണിയനേ ഹര ഹര ശിവ ശിവ മാദേവ ശംഭോ തിങ്കളയാൾ കൊള്ളവാവാ ഹര ഹര ശിവ ശിവ മാദേവ ശംഭോ തിങ്കളയാൾ കൊള്ളവാവാ ഹര ഹര ശിവ ശിവ മാദേവ ശംഭോ തിങ്കളയാൾ കൊള്ളവാവാ ഭിക്ഷാം ദേഹി. അവിടുന്ന് ആരാണ്? ഹേ കുമാരി, ഞാൻ ആരാണെന്ന് പറയാം. അസത്യം പറയുന്ന മുനിയല്ല ഞാൻ. ഈ പ്രപഞ്ചമെല്ലാം അസത്യമാണ്. സത്യം ഏതെന്ന സച്ചിദാനന്ദമായ ആത്മസ്വരൂപമാണ്. അധിക കാലമായി സമാധിയിലേയിരുന്ന് ഉണർന്നപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കുന്നില്ല. അല്പം അന്നം ഭിക്ഷ. ഇന്ന് ശബ്ദിക്കപ്പെട്ട വളകൾ അണിഞ്ഞ കൈകൾ കൊണ്ട് ഒരു കബളം അന്നം തരണമേ കുമാരി. എന്റെ ഭർത്താവും അനുജനും വന്നാൽ വല്ല കായോ കനിയോ അങ്ങേക്ക് നൽകാം മുനിയെ. ഈ ഘോരമായ വനത്തിൽ സഹായത്തിന് ആരുമില്ലാതെ നീ തനിയെ ഇരിക്കാൻ കാരണമെന്താണ്? നിന്റെ പേരെന്താകുന്നു? അച്ഛനാണ്? നായകൻ ആരാണ് കുമാരി? കേട്ടാലും മുനീശ്വര, സന്മാർഗശാലികളായ നിങ്ങളെ പോലുള്ള മഹാത്മാക്കളാണ്. ദൈവം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ഒരാളായ ജനകരാജാവാണ് എന്റെ പിതാവ്. എന്റെ പേര് ജാനകി. എന്റെ നായകൻ കാകുത്സ വംശോത്ഭവൻ എന്നറിഞ്ഞുകൊള്ളുക. കുലസ്ത്രീകൾ നായകന്റെ പേര് പറയുന്നത് ശരിയല്ലല്ലോ. ത്രികാലജ്ഞാനിയായ ഞാൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. നിന്റെ നായകൻ വരുന്നത് വരെ ഒരു രാജാവിന്റെ ചരിത്രം ഞാൻ പറയാം. ഇന്ദ്രനേക്കാൾ ഭാഗ്യവാൻ, സുന്ദരൻ, ബ്രഹ്മകുലത്തിൽ ജനിച്ചവനുമായ ശ്രീ പരമശിവന്റെ വാസസ്ഥലമായ കൈലാസപർവ്വതത്തെ എടുത്ത് അമ്മാനമാടിയവൻ, അഷ്ടഗജങ്ങളെ ജയിച്ചവൻ, പരമശിവന് സമ്മാനിച്ച ചന്ദ്രകാസം എന്ന വാൾ ധരിച്ചവൻ. ഈ ഗുണങ്ങളുള്ള അദ്ദേഹം തനിക്ക് യോജിച്ച ഒരു പെണ്ണിനെ കിട്ടുവാൻ ആശിച്ചിരിക്കുകയാണ്. 10 തലകളിലും നവരത്നങ്ങളായ കിരീടങ്ങളെ ധരിച്ചവനും 20 തോളുകളുമുള്ള അവനെ കണ്ടാൽ ഏത് സ്ത്രീയും മയങ്ങിപ്പോകും. രാവണൻ എന്ന ആ രാജാവ് വസിക്കുന്ന ലങ്കയിൽ നിന്നാണ് ഞാൻ വരുന്നത്. നിന്നെ കാണുന്ന സമയത്തിൽ രാവണനെ യോജിച്ച ഒരു സ്ത്രീയാവും. മുനിയെ, ആ ദുഷ്ടന്മാരെ കൊല്ലാനാണ് എന്റെ പ്രാണനായകൻ ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങയെ കാണുമ്പോൾ ദുഷ്ടസംസർഗം കാണുന്നു. അങ്ങ് ഇവിടുന്ന് പോയാലും മുനിയെ. എടീ സീതേ, ദേവന്മാരെ പോലും അനുസരിപ്പിക്കുന്ന രാവണനായ എന്റെ പരാക്രമം നീ ഒരു പെണ്ണായത് കൊണ്ട് വൃഥാ വിടുന്നു. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഭക്ഷിക്കുമായിരുന്നു. നിന്നെ എടുത്തുകൊണ്ടുപോകാൻ ഉദ്യമിക്കട്ടെ. പതിവ്രതാഗ്നി സീത, പതിവ്രത പിൻഭാഗത്ത് പോകട്ടെ. അവിടെയും പതിവ്രതാഗ്നി ചന്ദ്രകാസം എന്ന വാളായത്തെ എടുത്ത് 1 യോജന ഭൂമിയോടുകൂടി കുത്തിപ്പുഴക്കി ജലത്തിലെടുത്ത് കൊണ്ടുപോകാം. അയ്യോ അയ്യോ, പക്ഷിശ്രേഷ്ഠരെ, ജടായുദേവരെ, നീ വന്ന് എന്നെ രക്ഷിക്കണമേ. അഴുതിട്ടലറിയലൻ വந்தேன், അഞ്ചലൻ പാരൊരുവരില്ലേ, കഴുകുക്കരശേൻ മാമാ, കാകുസ്തൻ പെരുന്തേവി ഒഴുകത്തേർമേൽ പോരിൻ്റെ ഉയർവാളരക്കൻ കൈപെട്ടേൻ, മഴൂക്കിനിയവായണകാ വந்தேன், ഉയിരേ മീതായൂ.
മഹാപാപിയായ രാവണനല്ലേ സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. ഞാനേ പോയി രക്ഷിച്ചു കൊള്ളാം. കെട്ടായി കിളയോടു നിൻ വാഴ്വയില്ല ചുട്ടായിതു എന്ന തുടങ്ങിന പട്ടായന